അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 19 ശനിയാഴ്ച. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിൽ. NDPS ആക്ടിലെ സെക്ഷൻ 27-29 പ്രകാരമാണ് നടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 6 മുതൽ 1 വർഷം വരെ തടവ് ലഭിച്ചേക്കാവുന്ന കുറ്റമാണ് ഷൈനിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്നാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 3 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് നടനെതിരെ കേസെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. സിറ്റി പോലീസ് ഡാൻസ് ഓഫ് സംഘം പരിശോധനയ്ക്കെത്തിയതറിഞ്ഞ് സ്വകാര്യ ഹോട്ടലിന്റെ 3ാം നിലയിൽ നിന്ന് ഓടിക്കളഞ്ഞത് പേടിച്ചിട്ടാണെന്നായിരുന്നു ഷൈൻ നൽകിയ മൊഴി. തന്നെ അപായപ്പെടുത്താൻ വരുന്നവരാണെന്ന് സംശയിച്ചുവെന്നും നടൻ മൊഴി നൽകിയിരുന്നു. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കെ 4ാം വാർഷികം ആഘോഷിക്കാൻ സർക്കാരിന് ധാർമ്മികാവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നും പ്രതിസന്ധികൾ പരിഹരിക്കാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2022 മാർച്ച് 2 ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവാണ് ഇറങ്ങിയത്. 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖയ്ക്കെതിരെ ആശാപ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകണമെന്നതും ഓണറ്റേറിയം വർദ്ധിപ്പിക്കണമെന്നതും അടക്കമുള്ള ആവശ്യം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. സംസ്ഥാന കോൺഗ്രസിൽ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നീക്കം ശക്തമാക്കി കോൺഗ്രസ് ദേശീയ നേതൃത്വം. സുപ്രധാന നേതാക്കൾ മാത്രമടങ്ങുന്ന കമ്മിറ്റിയെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചുമതല ഏൽപ്പിക്കാനാണ് നീക്കം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം KPCC ആസ്ഥാനത്ത് പോലും K സുധാകരൻ എത്തുന്നത് കുറവാണ്. സുധാകരന് പകരം മറ്റൊരു അധ്യക്ഷനെ കണ്ടെത്താനുള്ള ആലോചനകൾ തുടങ്ങിയതുമാണ്. പക്ഷേ പദവിയൊഴിയുന്നതിൽ K സുധാകരൻ അതൃപ്തനാണെന്നാണ് വിവരം. നിർബന്ധപൂർവ്വം മാറ്റുന്നതിന് പകരം സംഘടനയെ ചലിപ്പിക്കാൻ മറ്റ് മാർഗമെന്ന നിലയിലാണ് ഹൈപവർ കമ്മിറ്റിയുടെ ആലോചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് VS ജോയിക്ക് സാധ്യതയേറി. PV അൻവറിന് പുറമെ മറ്റു ചില സംഘടനകൾക്കും ആര്യാടൻ ഷൌക്കത്തിനോട് എതിർപ്പുണ്ടെന്നാണ് UDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇത്തവണ ആര്യാടൻ ഷൌക്കത്ത് മത്സരിച്ചാൽ UDF വോട്ട് ചോരുമെന്നാണ് നേതാക്കളുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോയിയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത്. KM എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് ജോമോൻ പുത്തൻപുരയ്ക്കൽ പരാതി നൽകി. എബ്രഹാമിന്റെ ആരോപണങ്ങൾ തള്ളിയ ജോമോൻ, എബ്രഹാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് നിയമവിരുദ്ധ നടപടിയാണെന്നും തനിക്കെതിരായ എബ്രഹാമിന്റെ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും ജോമോൻ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹൈക്കോടതി തള്ളിയ ആരോപണങ്ങളിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുന്നത് നിയമവിരുദ്ധമാണെന്നും ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം തനിക്കെതിരെയാണെന്നും ജോമോൻ പറയുന്നു. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ 4 വയസ്സുകാരന്റെ ജീവനെടുത്ത അപകടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് പ്രാഥമിക വിലയിരുത്തൽ. കാലപ്പഴക്കം ചെന്ന കോൺക്രീറ്റ് തൂണുകൾ സ്ഥലത്ത് നിലനിർത്തിയത് അപകട കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം സംഭവത്തിൽ കർശന നടപടിയും മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ കണ്ണൂർ സർവകലാശാല BCA 6ാം സെമസ്റ്റർ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കില്ല. ക്രമക്കേട് കണ്ടെത്തിയ കാസർഗോഡ് പാലക്കുന്ന് ഗ്രീൻവുഡ് കോളേജിലെ പരീക്ഷ മാത്രം റദ്ദാക്കാനാണ് തീരുമാനം. അതോടൊപ്പം അൺഎയ്ഡഡ് കോളേജുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ സർവകലാശാല തീരുമാനിച്ചു. കണ്ണൂർ സർവകലാശാലയിൽ നിന്നുള്ള ഒരു ജീവനക്കാരനെ കോളേജിലേക്ക് പരീക്ഷാ ചുമതലയിൽ നിയോഗിക്കാനാണ് തീരുമാനം.
ദിവ്യ എസ് അയ്യർക്കെതിരെ വിമർശനവുമായി PJ കുര്യൻ. ദിവ്യ പൊതുവിടത്തിൽ അഭിപ്രായം പറഞ്ഞുവെന്നും അതിനെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എന്നാൽ വിമർശിക്കുന്നവർക്കെതിരെ പറയുന്നത് ദിവ്യയുടെ ധാർഷ്ട്യമാണെന്നും PJ കുര്യൻ പറഞ്ഞു. കുടുംബത്തിലെ അംഗത്തെ പുകഴ്ത്തിയെന്നാണ് ദിവ്യ പറയുന്നത്. ഭരണവർഗം മാത്രമാണ് കുടുംബമെന്നും ബാക്കിയുള്ളവരൊക്കെ കുടുംബത്തിന് പുറത്താണോ എന്നും ചോദിച്ച PJ കുര്യൻ വികലമായ കാഴ്ചപ്പാടാണിതെന്നും പറഞ്ഞു. നടിമാർ പരാതിയുമായി വരുന്നത് നല്ല കാര്യമാണെന്ന് ഉണ്ണി മുകുന്ദൻ. അത് വ്യക്തിപരമായ വിഷയം കൂടിയാണെന്നും ലഹരി ഉപയോഗം എല്ലാ മേഖലകളിലും ഉണ്ടെന്നും സിനിമാ മേഖലയാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുവെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. പൊതുപ്രവേശന പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ പൂണൂൽ ഊരിമാറ്റാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കർണാടകയിൽ വിവാദം. ശിവമോഗ ജില്ലയിലെ ശരാവതി നഗരിയിലുള്ള ആദിചുഞ്ച നഗരി സ്കൂളിൽ പരീക്ഷയ്ക്കെത്തിയ CET പരീക്ഷ നടത്തിപ്പ് ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണമുയർത്തിയത്. പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഡൽഹിയിലെ മുസ്തഫാബാദിൽ 4 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 4 പേർ മരിച്ചു. 14 പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംഭവമുണ്ടായത്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഡൽഹി ഫയർഫോഴ്സും ഡൽഹി പോലീസ് സംഘവും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി NIA. ഇതിനായി NIA അമേരിക്കയുടെ സഹായം തേടാനൊരുങ്ങുകയാണ്. നിലവിൽ അമേരിക്കയിൽ ജയിലിലാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. 8 ചീറ്റകളെ കൂടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനം. ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, കെനിയ എന്നിവിടങ്ങളിൽ നിന്ന് ചീറ്റകളെ കൊണ്ടുവരാനാണ് നീക്കം. 2 ഘട്ടങ്ങളിലായാണ് 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിക്കുക. ഭോപ്പാലിൽ നടന്ന ചീറ്റ പദ്ധതിയുടെ അവലോകന യോഗത്തിൽ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദർ യാദവും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. കോങ്കോ നദിയിൽ വെച്ച് ബോട്ടിന് തീപിടിച്ചതിനെ തുടർന്ന് 143 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു. കോങ്കോയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായ യുക്കേറ്റർ പ്രവിശ്യയിലെ എംബണ്ടക നഗരത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ബോട്ടിൽ 500-ലേറെ പേർ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്. UAEയിലെ ഉമ്മുൽ ഖുവൈനിലുള്ള ഫാക്ടറിയിൽ തീപിടുത്തം. ഇന്നലെ വൈകിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സംഭവം. തീപിടുത്തത്തെ തുടർന്ന് ഫാക്ടറിയിൽ നിന്നും മണിക്കൂറുകളോളം കനത്ത പുക ഉയർന്നിരുന്നു. എമിറേറ്റിലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ മോസ്കോ സന്ദർശനം. ഇരു രാജ്യങ്ങളും ചേർന്ന് 2 ബില്യൺ യൂറോയുടെ സംയുക്ത നിക്ഷേപ ഫണ്ടിന് ധാരണയായി. 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റഷ്യൻ സന്ദർശനത്തിനെത്തിയ ഖത്തർ അമീറിന് ഊഷ്മള വരവേൽപ്പാണ് മോസ്കോയിൽ ലഭിച്ചത്. എലോൺ മസ്കിനോട് ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയും US-ഉം തമ്മിലുള്ള തീരുവയിലെ അതൃപ്തികൾ പരിഹരിക്കാനും വ്യാപാര കരാറിലേക്ക് ചേരാനും ശ്രമിക്കുന്ന നിർണായക സമയത്താണ് ഇരുവരും ഫോണിൽ സംസാരിച്ചത്. സാങ്കേതിക വിദ്യയിലും ഇന്നൊവേഷനുകളിലും ഇരു രാജ്യങ്ങളും സഹകരണത്തിനുള്ള സാധ്യതകൾ വരെ ചർച്ച ചെയ്തതായും മോദി പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് മോസ്കോയിൽ നിന്നും കൈവിൽ നിന്നുമുള്ള ചർച്ചകളിന്മേൽ ഉടൻ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ വാഷിംഗ്ടണിൽ നിന്നുമുള്ള മധ്യസ്ഥത ഉപേക്ഷിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമാധാനം സാധ്യമല്ലെങ്കിൽ അമേരിക്ക ചർച്ചകൾ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ പാരീസിൽ പറഞ്ഞതിനു പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.